ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്നത് കൃപ നല്ല ദേഷ്യത്തിൽ ആന്റിയും സുജാതയും വിളിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും വേഗം വന്ന് വേഗം എൻ്റെ അച്ഛനെ ഒന്ന് വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കൃപ ഇന്ന് അലിയിൽ വലിയ മറ്റെന്തോ പ്രശ്നം നടന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വേഗം എൻ്റെ അച്ഛനെ ഒന്ന് വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. അലിഗയിലെ ഏതൊരു പ്രധാനപ്പെട്ട ഫയൽ കാണാനില്ല. അതിന്റെ പേരിൽ മാനസിയുടെ അച്ഛനും ചേർന്ന് എൻ്റെ അച്ഛന് ഒരുപാട് വഴക്ക് പറഞ്ഞു. മാനസ വലിയ അധികാരത്തിലാണ് എൻ്റെ അച്ഛനെ വഴക്ക് പറഞ്ഞ. അതിനെല്ലാം കാരണം ആന്റിയമ്മയാണ്. മാനസിക്ക് ഈ ഒരു അധികാരം കൊടുത്തു തന്നെ ആന്റിയമ്മ ഒരാൾ കാരണമാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ കുറ്റബോധം കൊണ്ട് തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ പിന്നെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അമ്മയും എൻ്റെ അച്ഛനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ബലരാമൻ ചേട്ടന്റെ കാര്യം പറഞ്ഞ് അമ്മയും എൻ്റെ അച്ഛനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് കേട്ട് സുജാത കൃപയെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് വീണ്ടും നല്ല ദേഷ്യം വരികയാണ്. അമ്മ മിണ്ടിപ്പോകരുത്. ബലരാമൻ ചേട്ടന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് മാത്രമല്ല അവകാശങ്ങളുള്ളത്. തുറന്ന് സുജാത പിന്നെ കൃപയോട് നീ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും അലിഗയുടെ ചാർജ് മറ്റാർക്കും കൊടുത്തിട്ടില്ല. അലിഗയുടെ അധികാരം ഞാൻ മറ്റാർക്കും കൊടുത്തിട്ടില്ല എന്ന് ആന്റിയമ്മയെ കുത്തിക്കൊണ്ട് സുജാത പറയുകയാണ്. തുറന്ന കൃപ എൻ്റെ അച്ഛൻ തോൽക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ വന്നിട്ട് സുജാതയോട് നീ വേഗം തന്നെ സാഗറിനൊന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത നല്ല ഗൗരവത്തിൽ വേണ്ട ആന്റിയമ്മ, സാഗർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. ഞാൻ ബലരാമന്റെ കാര്യം പറഞ്ഞ സാഗറിനോട് ഒരുപാട് തവണ വഴക്കിട്ടിട്ടുണ്ട്. അത് ബലരാമന് വേണ്ടിയാണ്, പക്ഷെ ഞാൻ ഒരിക്കലും അലിഗയുടെ അധികാരം മറ്റാർക്കും കൊടുത്തിട്ടില്ല. അത് ചേച്ചിയമ്മയാണ് ചെയ്തത്. ഇതും പറഞ്ഞുകൊണ്ട് സുജാത ആന്റിയമ്മയെ കുത്തി നോവിക്കുകയാണ്. എന്നാൽ അത് കേട്ട ആന്റിയമ്മ നീ പറഞ്ഞത് ശരി തന്നെയാണ്, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു തീരുമാനം ഞാൻ എടുത്തു. പക്ഷെ അങ്ങോട്ടൊരു തീരുമാനം എടുക്കാൻ എനിക്കൊരു കാരണമുണ്ടായിരുന്നു. പക്ഷെ ആ കാരണം എന്താണെന്ന് നീ ഇപ്പോൾ എന്നോട് ചോദിക്കരുത്, എനിക്ക് അതിപ്പോൾ പറയാൻ സാധിക്കില്ല. എപ്പോഴെങ്കിലും നീ അതൊക്കെ അറിയും. ഇതും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആന്റിയമ്മ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നാൽ ആന്റിയമ്മ പറയേണ്ട അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ കിളി പോയി നിൽക്കുകയാണ് സുജാത. തുറന്നു കാണിക്കുന്ന കൃഷ്ണവും കൺമണിയും കൂടി അലിയിൽ നിന്ന് നടന്ന കാര്യത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. കൺമണി കൃഷ്ണനോട് സാറിന് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ്. അലിയിൽ ഇതുവരെയായിട്ട് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് ആ ഫയല് വളരെ വേണ്ടപ്പെട്ട ഫയലാണ്, പക്ഷെ ആ ഫയല് മറ്റാർക്കെങ്കിലും കിട്ടിയത് കൊണ്ട് അവർക്കൊരു ഗുണവുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഫയല് എങ്ങനെയാണ് കാണാണ്ടായത്, ആരാണ് മാറ്റിവെച്ചത്? ഇപ്പോൾ അലിഗയിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് എൻ്റെ അച്ഛൻ സാഗറാണ്. ഈ ഫയൽ മാറ്റിവെച്ചതുകൊണ്ട് മറ്റാർക്കും ഉപകാരമില്ല. പക്ഷെ എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തണം. എൻ്റെ അച്ഛന് യാതൊരു കഴിവുമില്ല എന്ന് അവർക്ക് പ്രൂവ് ചെയ്യണം. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അധികാരം അവർക്ക് തട്ടിയെടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു തരികട നമ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് ഒരു പക്ഷെ മാനസിക അടുത്തതായി ശ്രമിക്കുന്നത് നമ്മളെ രണ്ടുപേരെയും തമ്മിൽ അടുപ്പിക്കാനാകും, നമ്മളെ പിരിക്കാനാകും. എന്നാൽ അത് കേട്ട് കൃഷ്ണ നമ്മളെ ഇങ്ങനെ എന്ത് കാരണം പറഞ്ഞാണ് തമ്മിലടുപ്പിച്ച് പിരിക്കാൻ അവർക്ക് സാധിക്കുന്നത്? മാനസിക ഇനി അതിന് സാധിക്കില്ല എന്ന് പറയുകയാണ് കൃഷ്. എല്ലാത്തിനും കാരണം ആന്റിയമ്മയാണ് ഇപ്പോൾ കമ്പനിയുടെ ഭൂരിഭാഗം ഷെയർ ഇപ്പോൾ അവരുടെ പേരിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇതും പറഞ്ഞ ആന്റിയമ്മയെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ ആന്റിയമ്മ ഇങ്ങനെ കുറ്റം പറയില്ലേ എന്നൊക്കെ പറയുമ്പോൾ കൃഷ് ആന്റിയമ്മ നമ്മൾ ചതിച്ചിരിക്കുകയാണ്. മാനസ എന്തോ കാര്യം പറഞ്ഞ ആന്റിയമ്മയെ ചതിച്ചിരിക്കുകയാണ്, ഒരു കെണിയിൽ പെടുത്തിയിരിക്കുകയാണ്. ആന്റിയമ്മയുടെ ചതി നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ അങ്ങനെയൊന്നുമല്ല, ആന്റിയമ്മ നമ്മളെ ചതിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ്. തുറന്ന് കൃഷി പിന്നെ നല്ല ഗൗരവത്തിൽ പിന്നെ കൺമണിയോട് ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യം നിന്റെ മനസ്സിലുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കൃഷി. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് പതറുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് ഇല്ല സാർ അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ കരുതുന്നു, അത് പറഞ്ഞതാണ് സാറിനോട്. തുറന്ന് കൃഷി വീണ്ടും കൺമണിയോട് നിനക്ക് മാത്രമാണ് ഇപ്പോൾ ആന്റിയമ്മയെ വിശ്വാസമുള്ളത്, ഞങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലായിരിക്കുകയാണ്, ആന്റിയമ്മ ഞങ്ങളെ നൈസായി ചതിച്ചിരിക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ അച്ഛൻ്റെ കാര്യം പറയുകയാണ്. എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണ് പേടി. എന്നാൽ അത് കേട്ട് കൺമണി എങ്കിൽ പിന്നെ സാഗർ സാറിനെ ഒന്ന് വിളിച്ചു നോക്കാൻ ആവശ്യപ്പെടുകയാണ്. തുറന്ന് കൃഷി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനെ വിളിച്ച് ആശ്വസിപ്പിച്ചോളാം. തുറന്ന് കാണിക്കുന്ന വരുണും മാനസിയുമാണ്. വരുണ കാണുന്നതിന് വേണ്ടി മാനസ ചെന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസയുടെ അച്ഛനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വരുണ് വിളിച്ചു വരുത്തിയത്. അലിഗയുടെ ഷെയർ എടുത്ത് അലിഗയുടെ ഭാഗമാകാൻ വരുൺ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. ഫണ്ട് ഇറക്കാൻ ഇപ്പോൾ റെഡി ആണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ അതിന് സാഗർ സമ്മതിച്ചോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസയുടെ അച്ഛനും അതിന് സാഗറിന്റെ അഭിപ്രായം ആരാണ് അന്വേഷിക്കുന്നത്. സാഗർ ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല, പക്ഷെ സാഗറിന് അത് സമ്മതിക്കേണ്ടി വരും. ഇപ്പോൾ അലിഗയിൽ രണ്ട് പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഇസ്രായേലിലെ യുദ്ധത്തിൽ നശിച്ചുപോയ അലിഗയുടെ കുറെ ഗുഡ്സ്, രണ്ടാമത് അലിഗയിലെ മിസ്സിംഗ് ആയ ഫയല്. ഈ പേരും പറഞ്ഞ് സാഗറെ അലിഗയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. സാഗറിന്റെ ഷെയർ ഞങ്ങൾ വരുണ് പിടിച്ചു വാങ്ങി തരും. എന്നാൽ അത് കേട്ട് ത്രില്ലടിച്ച് നിൽക്കുകയാണ് വരുൺ.
തുറന്നു കാണിക്കുന്ന വിനയൻ സാറും ശാരദയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം സുലോചനയോട് പറഞ്ഞ അതേ കാര്യം വിനയൻ ശാരദയോട് പറയുകയാണ്. ആദ്യം കൺമണിയുടെ കാര്യം പറയുകയാണ്. കൺമണിയുടെ വരുണ്ടി കല്യാണം നടന്നാൽ നമുക്ക് പിന്നെ യാതൊരു പണിയും ചെയ്യാതെ നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാനുള്ളത് വരുൺ നമുക്ക് തരുമെന്ന് പറഞ്ഞ് ശാരദയെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. തുറന്ന് ശാരദ ഞാൻ അതിന് സമ്മതമാണ്, പക്ഷെ കൺമണി സമ്മതിക്കുമോ എന്നറിയില്ല. തുറന്ന വിനയൻ ശാരദയുടെ കയ്യിൽ വരുൺ തന്ന ഫയൽ കൊടുക്കുകയാണ്. ഇത് കൺമണിയുടെ കിടക്കയുടെ അടിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കാൻ പറയുകയാണ്. ഇതിലാണ് നമ്മുടെയും കൺമണിയുടെയും ജീവിതം. ഇത് ആരും അറിയാതെ കൺമണിയുടെ കിടക്കയുടെ അടിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞുകൊണ്ടാണ് ആ ഫയൽ കൊടുക്കുന്നത്. തുടർന്ന് ശാരദ വീട്ടിലെത്തി ആരും കാണാതെ കൺമണിയുടെ കിടക്കയുടെ അടിയിൽ വിനയൻ സാറ് തന്ന ഫയൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.